Okay, permitting a very small relaxation in the total energy. Yeah, there's some technical issue, sorry. Yeah, I think it is visible still. The screen is visible to you now. Yeah, okay. So we are permitting a very small spread in the energy, that is delta by 2. അപ്പോൾ നമ്മൾ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന സ്പ്രെഡ് അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുകയാണ് ഇവിടെ എനർജി കോൺസ്റ്റന്റ് ആണ്. എനർജി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇൻക്ലൂഡിങ് ദിസ് റിലാക്സേഷൻ. ഓക്കെ, അപ്പോൾ സോ സ്റ്റിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിത്ത് എ സ്പ്രെഡ് ഇത് ഓർക്കുക, ഇത് പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് വിത്ത് എ സ്പ്രെഡ് ഓഫ് ഡെൽറ്റ പെർ മീറ്റർ ഇൻ ദ എനർജി. ഓക്കെ, ഇനി ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ, ഈ ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കാം. ദ ഡെൻസിറ്റി ഫംഗ്ഷൻ, സോ ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് സച്ച് എ സിസ്റ്റം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനെ എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് റോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇഫ് പറയണം. എവിടെയാണ് റോ കോൺസ്റ്റന്റ്? റെലവൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് റീജിയനിലാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കൂടെ കാണാൻ പറ്റും ക്യൂപി സ്പേസിൽ, ഫേസ് സ്പേസിൽ ഇവിടെ രണ്ട്, നമ്മളൊരു സിമ്പിളായിട്ട് കാണാൻ വേണ്ടി ഒരു എലിപ്റ്റിക്കൽ ട്രാജക്ടറിയാണ് വരച്ചിരിക്കുന്നത്. ട്രാജക്ടറി എലിപ്റ്റിക്കൽ ആവണമെന്നില്ല, എങ്കിൽ പോലും ലെറ്റ്സ് അസ്യൂം ദാറ്റ്. ഓക്കെ, സിൻസ് യു ആർ ഫെമിലിയർ വിത്ത് ദ എലിപ്റ്റിക്കൽ ട്രാജക്ടറീസ്. സോ ഈ പുറത്തുള്ള ഫേസ് സ്പേസ് ട്രാജക്ടറിയുടെ എനർജി corresponding to every phase space trajectory, there will be an energy, and let this energy be equal to E plus delta by 2. നമ്മൾ മുൻപിലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണിത്. ദെൻ ഈ ഉള്ളിലുള്ള ട്രാക്കിൻ്റെ എനർജി, സോ ലെറ്റ് ദ എനർജി ഓഫ് ദിസ് പർട്ടിക്കുലർ ട്രാജക്ടറി ലെറ്റ് ദാറ്റ് ബി, സെർട്ടൻലി അത് കുറവായിരിക്കും അല്ലേ, ഉള്ളിലുള്ളതിന് കുറവായിരിക്കും നമുക്കറിയാം, E മൈനസ് ഡെൽറ്റ ബൈ 2. അതിൻ്റെ അർത്ഥം ഈ സ്പ്രെഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? ദി സ്പ്രെഡ് വിൽ ബി കറസ്പോണ്ടിങ് ടു ഡെൽറ്റ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഈ മൈക്രോസ്റ്റേറ്റുകളെല്ലാം തന്നെ ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും അല്ലേ? സോ ഓൾ ദീസ് മൈക്രോസ്റ്റേറ്റ്സ്, ഓൾ പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് വിൽ ബി ലൈങ് വിത്തിൻ ദിസ് ഷെൽ. സോ ഐ ക്യാൻ കോൾ ദിസ് വൺ ആസ് എ ഹൈപ്പർ ഷെൽ. ഈ രണ്ട് സർഫസുകളിടയ്ക്കുള്ള ഹൈപ്പർ ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന എല്ലാ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സും ലൈ ചെയ്യുക. എല്ലാ മൈക്രോസ്റ്റേറ്റുകളെയും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. മാത്രമല്ല ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എല്ലാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുമെന്നാണ് നമ്മൾ ഈക്വൽ പ്രയോറി പ്രോബബിലിറ്റിയിൽ നിന്നും കണ്ടെത്തിയത്. ഓക്കെ, അത് പ്രകാരം നമ്മൾ കണ്ടു റോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇഫ് എന്ന് പറയുന്നത് എവിടെയാണ് പറയേണ്ടത്? E മൈനസ് ഡെൽറ്റ ബൈ 2. മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് വി ക്യാൻ റൈറ്റ് E മൈനസ് ഡെൽറ്റ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ സിസ്റ്റത്തിൻ്റെ എനർജിക്ക് ഹാമിൽട്ടോണിയം കൊണ്ട് റെപ്രസെൻ്റ് ആവും, H വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് QP വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു E പ്ലസ് ഡെൽറ്റ ബൈ 2. അപ്പോൾ ഹൈപ്പർ ഷെല്ലിൻ്റെ ഇടയ്ക്ക് റോയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ പുറത്ത് ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് പോലും കാണാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയുള്ള യാതൊരു അല്ലെ, ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു മൈക്രോസ്റ്റേറ്റ് സിസ്റ്റത്തിന് ആക്സസിബിൾ ആണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മൈക്രോസ്റ്റേറ്റ് സിസ്റ്റത്തിന് ആക്സസിബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനർജി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കണ്ടീഷന് പുറത്താണ് അല്ലേ? അപ്പോൾ എനർജി പുറത്തുള്ള ഒരെണ്ണവും നമുക്ക് പെർമിറ്റഡ് അല്ല, അതുകൊണ്ട് നമുക്ക് പറയാം. സോ ദർ ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ദാറ്റ് ഈസ് ലൈങ് ഔട്ട്സൈഡ് ദ permitted region. So we can write the density function is equal to 0 otherwise. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഏതാണ് the density function for an microcanonical ensemble. That is the representative points corresponding to each element of this ensemble can lie anywhere within a hypershell of width delta. That is our conclusion here. Okay, the representative points lie anywhere. That's a conclusion regarding the microcanonical ensemble. Anywhere within a hypershell of width delta. That is our conclusion. Okay. Now, just let me before we go to the examples or applications of microcanonical ensemble formalism, let me tell you or let me remind you about some symbols that we have been using. നമ്മൾ തുടക്കത്തിൽ എൻസംബിൾ ഫോർമാലിസത്തിൻ്റെ ഒക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ് ഓർമ്മയുണ്ടാവും.
നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സും തെർമോഡൈനാമിക്സ് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത്? സോ വി എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് ബൈ യൂസിങ് ദ ഇക്വേഷൻ എസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ. ഓർമ്മയുണ്ടാവും, എസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ. ഇവിടെ ഒമേഗ എന്ന് നമ്മൾ സൂചിപ്പിച്ചത് എന്തിനായിരുന്നു നമ്മൾ ഓർക്കണം. സോ ഒമേഗ വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിച്ചിരുന്നത്. സോ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആക്സസിബിൾ ടു എ സിസ്റ്റം അല്ലേ. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് വിളിച്ചിരുന്നു. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ് ഒമേഗ. ഇനി ഞാൻ പറഞ്ഞിരുന്നു മുൻപൊരു ക്ലാസ്സിൽ 3 സിമ്പലുകൾ സാധാരണഗതിയിൽ പെത്രയുടെ പുസ്തകത്തിൽ ഈ ഒമേഗയ്ക്ക് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒമേഗ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഗാമ, നമ്മൾ ഗാമ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഗാമ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ സമ്മേഷൻ സിമ്പിൾ വാട്ട് യു ആർ യൂസിങ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ 3 സിഗ്മ. സോ ഈ 3 സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ഈ 3 സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. As per Patria, as per the usage of Patria, we have the freedom, okay, to use our own. പക്ഷേ നിങ്ങളൊന്ന് പുസ്തകം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാണ്. ഒമേഗ represents the number of microstates having fixed energy E. Number of microstates having fixed energy E. E എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് എനർജി ഉള്ള മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണമാണ് ഒമേഗ എന്ന് പത്രിയ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് യു നോ ദാറ്റ്സ് ഓൺലി ആൻ ഐഡിയലൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു റിയൽ സിസ്റ്റത്തിന് എപ്പോഴും ഒരു സ്പ്രെഡ് ഉണ്ടാവും നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇറ്റ് വിൽ നോട്ട് ബി ദിസ് മച്ച് സ്പെസിഫിക്. അതുകൊണ്ട് തന്നെ ഒമേഗയ്ക്ക് പകരം നമ്മൾ മറ്റൊരു സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗാമ. ഗാമ എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിക്കുക. സോ ഗാമ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ദ ഹാഷ് സിമ്പിൾ ഡിനോട്ട്സ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് having energy with between E minus delta by 2 and E plus delta by 2. E minus delta by 2 and E plus delta by 2. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗാമ എന്ന് പറയുന്ന സിമ്പിളാണ്. ഇനി മൂന്നാമതൊരു സിമ്പിൾ ഉണ്ട്, ദാറ്റ് ഈസ് ദിസ് സിഗ്മ, ക്യാപിറ്റൽ സിഗ്മ. ഈ സിഗ്മ എന്താ കാണിക്കുന്നത്? ദാറ്റ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഹാവിങ് എനർജി ranging from 0 to E, 0 to capital E, 0 തൊട്ട് ക്യാപിറ്റൽ ഇ വരെയുള്ള, അതായത് ഈ ഒറിജിൻ തൊട്ട് ഇവിടം വരെ ടോട്ടൽ ഒരു ഇ എന്ന് പറഞ്ഞ എനർജി വരെയുള്ള ഈ റീജിയൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെയാണ് സിഗ്മ എന്ന് പാത്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഒമേഗ എന്ന് ഉപയോഗിച്ചു വന്നിരുന്നതിന് പല വ്യത്യസ്ത ഇക്വാലൻ്റ് ആയിട്ട് സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ പത്രികയുടെ ലാംഗ്വേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഏത് സിമ്പിൾ ഉപയോഗിക്കുന്നതായിരിക്കും കറക്റ്റ്? വിച്ച് സിമ്പിൾ വിൽ ബി സ്യൂട്ടബിൾ ടു ബി യൂസ്ഡ് ഇൻ അവർ പ്രസൻറ്റ് കോൺടെക്സ്റ്റ്? ഷുഡ് ബി യൂസ് ഒമേഗ, ഷുഡ് ബി യൂസ് ഗാമ, or should we use sigma if we are following the symbols that is being used by Patria? What do you say? Aditya? ഏത് സിമ്പിൾ ഉപയോഗിക്കുന്നതായിരിക്കും കറക്റ്റ്? നമ്മുടെ പ്രസൻറ്റ് ഡിസ്കഷനിലെ ഏത് സിമ്പിളാണ് കറക്റ്റായിട്ട് വരിക? നമ്മൾ ഒമേഗ എന്ന് ഉപയോഗിക്കുന്നതാണോ, സിഗ്മ എന്ന് ഉപയോഗിക്കുന്നതാണോ, അതോ ഗാമ എന്ന് ഉപയോഗിക്കുന്നതായിരിക്കോ കറക്റ്റായിട്ട് വരിക നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്കഷനിൽ? Yeah, of course. Okay, so it will be proper if you are using the symbol gamma. Okay, അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സിഗ്മ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഗാമ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ചില സമയങ്ങളിൽ ഒമേഗ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ഇവയുടെ വ്യത്യാസമെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇത് ഏത് സിമ്പിൾ ഉപയോഗിച്ചാലും ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, ഇൻ ദ തെർമോഡൈനാമിക് ലിമിറ്റ് നമുക്കറിയാം കെ ലോഗ് ഒമേഗ എന്ന് നമ്മൾ എടുക്കുന്നത് അല്ലേ. ലോഗ് ഒമേഗയുടെ വാല്യൂവും ലോഗ് ഗാമയുടെ വാല്യൂവും ലോഗ് ഓഫ് സിഗ്മയുടെ വാല്യൂവും തെർമോഡൈനാമിക് ലിമിറ്റിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേത് ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻട്രോപ്പി കണ്ടുപിടിച്ചാലും എൻട്രോപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കലി ഓൾമോസ്റ്റ് എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിമിറ്റിൽ ഇത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് പ്രശ്നമില്ല. എങ്കിൽ പോലും ടു അവോയ്ഡ് കൺഫ്യൂഷൻ വൈൽ യു റീഡ് ദ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ്,
ഓക്കെ സോ ഐ ജസ്റ്റ് റിമൈൻഡ് യു ദാറ്റ് ഡിഫറെൻറ്റ് സിമ്പിൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ നമ്മൾ ഒമേഗ എന്നിവിടെ ഉപയോഗിച്ചിരുന്നതിന് പകരം ഗാമ എന്നുള്ളൊരു സിമ്പിളും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, വേർ യു ഹാവ് ദ ഫ്രീഡം ഓക്കെ ടു യൂസ് സിഗ്മ ഇറ്റ് സെൽഫ്. So I'm just taking a case so that you can understand and avoid the confusions later. So that's all. Good. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിളിനെ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനും അതിൻ്റെ മാക്രോ സ്റ്റേറ്റും കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട. ഒരു എൻസംബിൾ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ മാക്രോ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിരിക്കണം, അതോടൊപ്പം ആ ഡെൻസിറ്റി ആ എൻസംബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻസംബിൾ എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാവും. ഓക്കെ, സോ നൗ we will go to the applications of microcanonical ensemble. How to apply microcanonical ensemble to deal with the thermodynamics of a given system. Okay, so നമ്മൾ മൈക്രോകനോണിക്കൽ എൻസംബിൾ ഫോർമാലിസത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ, എക്സാമ്പിൾ മീൻസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എങ്ങനെ ഈ ഒരു തത്വം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനുള്ള എക്സാമ്പിളായിട്ട് രണ്ട് കോമൺ സിസ്റ്റംസാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് നമുക്ക് വളരെ പരിചിതമായ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ആണ്, രണ്ടാമത്തത് നമുക്ക് ചിരപരിചിതമായ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണവും നമ്മളെടുത്ത് മൈക്രോ കനോണിക്കൽ എൻസംബിൾ വെച്ച് എന്താണ് പഠിക്കാൻ പോവുകയാണ്. ആൻഡ് വി വിൽ സീ വെദർ വി ആർ ഗെറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഗോയിങ് ടു ഡു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഗോ ടു ദ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, I hope that we will be able to cover up the classical ideal gas in today's session, and the other topic I will be just giving you as a video. Right? So ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ വിത്ത് കംപ്ലീറ്റ് സ്റ്റെപ്സ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ നോട്ട്സ് ബൈ MC Thomas sir. So you can just refer to that one if I am not able to complete it within the time limit. നിങ്ങൾക്ക് ബാക്കിയുള്ളത് സാറിൻ്റെ നോട്ട് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഇറ്റ്സ് ഓക്കെ പ്യുവർ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ്. You understand the concept, that's what I'm supposing. Okay, so just I'm going to the classical ideal gas in microcanonical ensemble allowing a spread of energy delta. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെൻ്റൽ പിക്ചർ കിട്ടാൻ വേണ്ടി ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ട് വി ആർ ഡൂയിങ്, നിങ്ങളെപ്പോഴും ഒരു എൻസംബിൾ തുടങ്ങുമ്പോൾ അതിൻ്റെ മാക്രോ സ്റ്റേറ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസ് തുടങ്ങാൻ പറ്റും. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റം ബൈ ഇൻവോക്കിംഗ് ദ മാക്രോ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഇൻ ദ എൻസംബിൾ. സോ യു കൺസിഡർ എ സിസ്റ്റം ഓഫ് n monoatomic, a system of, we have to say about the classical ideal gas. So a system of n monoatomic, because you know they are sphere like. Okay, n monoatomic ideal gas ആണ്. So non interacting particles forming a microcanonical ensemble. A system with its infinite mental copies. Now the volume of the phase space accessible to the representative points of the system elements can be given by omega. I'm representing the volume of the phase space, total volume of the accessible region of the phase space. Okay, for the system is represented by omega, and you know that omega is equal to integral d raised to 3n cube for a 3n particles, sorry, n particle system, 3n position coordinates, d raised to 3n p, right? And one integral is for the over the coordinates, and other integral is for the momenta. So that is why we are writing double integral. Whereas remember, in this integral itself there are what? Okay, just you know that there will be n integrals here. Okay, and the other integral also there are n integrals over the thing. Just actually it is a compact form of writing the integral. These integrals are multiple integrals, right? And you know that this one can be once again written as what? Vq, the physical space volume, into what? Vp, the momentum space volume. So let me start from there. This is equation number 1. This is the accessible region of the or the volume of the phase space, where the integration is restricted. ഈ integration ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ്സ് ഉണ്ടാവണമല്ലോ നമുക്ക്. Can you just integrate over the entire space of the thing? No, നമുക്ക് ഈ ടോട്ടൽ സ്പേസിൽ മുഴുവൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൂടാ. കാരണം എന്താണ്, നമ്മളുടെ റെലവൻറ്റ് റീജിയൻ ഓഫ് ദ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രമാണ്. ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രമാണ്, ഡെൽറ്റ സ്പ്രെഡ് ഉള്ള ഹൈപ്പർ ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻറ്റഗ്രേഷൻ ചെയ്തുകൊണ്ട് തെറ്റില്ല,
കാരണം അവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. Okay, so remember here the integration is restricted by the condition of the microcanonical ensemble, that is NV, where E lies between, right? So E is lying between, you know, that E plus delta by 2 and E minus delta by 2. And remember that in the case of a classical ideal gas, the Hamiltonian will be having only one term. Which term? The kinetic energy term. Hamiltonian, you know that it should be a sum of the kinetic and potential energies in general, but for a classical ideal gas system, since the system is a non-interacting one, non-interacting എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യം എന്താണ്? The potential energy of the system will be equal to 0 നോക്കുക. So the Hamiltonian of the system will be having only kinetic energy. So what will be the Hamiltonian for the particles? It will be equal to pi square divided by 2m. എല്ലാ പാർട്ടിക്കളുടെയും മാസ് m ആയിട്ട് എടുക്കുകയാണ്, പക്ഷെ മൊമെന്റം ഡിഫറെന്റ് ആവാം. So it will be sum over I pi square by 2m അല്ലേ, where I runs from 1 to n only കേട്ടോ. ഇവിടെ I എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 1 to n മാത്രം എടുക്കാൻ പാടുള്ളൂ, you know that. Or you can take 1 to 3n if you take px, py, pz. Okay, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. So that is the only. The potential energy is what? 0. That is the thing that you have to remember. So PE is equal to 0, and Hamiltonian is only purely kinetic. And integration over the QIs can be directly carried out. നമുക്ക് ഈ QI കൊണ്ടുള്ള ഇൻ്റഗ്രേഷൻ ഡി റേസ് ടു 3n Q എന്നുള്ള ഇൻ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താ, നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബോക്സിൻ്റെ ഉള്ളിൽ n പാർട്ടിക്കിൾസ് ഉണ്ട്, ബോക്സിൻ്റെ വോളിയം V ആണ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും പോയിന്റ് ലൈക്ക് ആയതുകൊണ്ട് ഈ പാർട്ടിക്കിളിന് ഈ ബോക്സിൻ്റെ എൻറ്റയർ വോളിയം ആക്സസിബിൾ ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ n പാർട്ടിക്കിൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് V റേസ് ടു n എന്നുള്ളത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തതാണ്. സോ ജസ്റ്റ് സീ ദാറ്റ്. Therefore I'm writing VQ, that is volume of the physical space, that is equal to integral d raised to 3n Q നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ, integral d raised to 3n Q. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം എന്താ? അത് integral of dx1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ dy1 അല്ലേ, dx1 dy1 dz1 അങ്ങനെ എടുക്കാം. അടുത്തത് integral dx2 സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ dy2 dz2 ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, മൾട്ടിപ്പിൾ. സോ ഇൻ്റഗ്രൽ dx3 dy3 dz3 and it goes on up to the nth particle. അപ്പോൾ എന്താ വരിക? ലാസ്റ്റ് ഇൻ്റഗ്രൽ വിൽ ബി ഇൻ്റഗ്രൽ ഓഫ് dx nth പാർട്ടിക്കിൾ dy nth പാർട്ടിക്കിൾ dz nth പാർട്ടിക്കിൾ എന്ന് വരും. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ഇൻ്റഗ്രലും, ഈ ഒരു ഇൻ്റഗ്രലിൽ n ഇൻ്റഗ്രൽസ് ഉണ്ട്, ഈ ഒരു ഇൻ്റഗ്രലിൽ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് n ഇൻ്റഗ്രൽസ് ഉണ്ട്. സോ ആക്ച്വലി ഇറ്റ് ഈസ് 2n ഇൻ്റഗ്രൽസ് ഉണ്ട്. അത് നമ്മൾ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സോ യു നോ ദാറ്റ് ഈച്ച് ഓഫ് ദിസ് ഇൻ്റഗ്രൽ അല്ലെ, ഈ ഒരു ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ you'll be getting the entire volume V. അതെ, ഒരു ഫസ്റ്റ് പാർട്ടിക്കിളിന് ഓക്യുപ്പൈ ചെയ്യാവുന്ന മൊത്തം വോളിയം എന്ന് പറയുന്നത് V ആണ്. സോ ദിസ് വൺ വിൽ ബി ഗിവിംഗ് യു V. This integral also will give you V, the same V, because we are neglecting the size of the particles. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനും V വോളിയം അവൈലബിൾ ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പോയിന്റ് സൈസ് പാർട്ടിക്കിൾ ആണ്. അപ്പം ടോട്ടലി എത്രയുണ്ട്? n integrals will be there. So the total volume will be V into V up to thing. So it will be V raised to n. നമ്മൾ മുൻപ് കണ്ടതാണ്, ഇതേ ഡിസ്കഷൻ നമ്മൾ ഉപയോഗിച്ചതാണ്. സോ ദാറ്റ് ഇസ് V raised to n. ഇനി ഇതുപോലെ തന്നെ സിമിലർലി നമുക്ക് VQ കണ്ടുപിടിച്ചു. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമിലർലി നമുക്ക് VP മൊമെന്റം സ്പേസിന്റെ വോളിയം കണ്ടുപിടിക്കണം. മൊമെന്റം സ്പേസിന്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ടു യൂസ് ഇൻറ്റിഗ്രൽ. I have to use the integral of d raised to 3np. Integral d raised to 3np ആണ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ d raised to 3np യും ചെയ്യുമ്പോൾ ഇതുപോലെ എന്തുണ്ടാവും? n ഇൻ്റഗ്രൽസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഞാൻ അതിനെ ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ആയിട്ട് കാണിക്കുകയാണ്. സോ d raised to 3np. There will be n integrals like the previous one. നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1a എന്നോ മറ്റും വിളിക്കുകയാണ്. Now ഇതിൽ പക്ഷേ ഈ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമ്മുടെ ലിമിറ്റ് എൻ്റയർ വോളിയം ഉപയോഗിക്കാമായിരുന്നു, ഫിസിക്കൽ വോളിയം ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം നോക്കുക, ഈ പാർട്ടിക്കിൾ എല്ലാ മൊമെന്റും ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താണ്? ദ പാർട്ടിക്കിൾ ക്യാൻ ടേക്ക് ഓൺലി ദോസ് മൊമെന്റം വിച്ച് ഇസ് സാറ്റിസ്ഫൈങ് ദ ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയൻ ഇവിടെ എനർജിയാണ് അല്ലേ. ദാറ്റ് ഈസ് എന്താ നമുക്കറിയാം, എനർജി ഈസ് ഈക്വൽ ടു p² by 2m ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് ടു ദ തിങ് ദാറ്റ് ഈസ് വാട്ട് 2me വിത്ത് എ റൂട്ട് അല്ലേ. സോ 2me റൂട്ട് ഓഫ് 2me ആയിരിക്കും മൊമെന്റം എന്ന് പറയുന്നത്. അപ്പം എനർജി ഇയിൽ ഒരു സ്പ്രെഡ് ഉണ്ട്. എനർജിയിലെ സ്പ്രെഡ് എന്താണ്? ഡെൽറ്റയാണ്. അപ്പോൾ എനർജിയിലെ സ്പ്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റത്തിലും ചെറിയൊരു സ്പ്രെഡ് നമുക്ക് പെർമിറ്റ് ചെയ്യാം.
അല്ലയോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ മൊമെൻറ്റം ഷുഡ് ബി ലൈയിങ് ഓക്കെ വിത്തിൻ എ സ്പ്രെഡ് ഡെൽറ്റ കറസ്പോണ്ടിങ് ടു ദ സ്പ്രെഡ് ഇൻ ദ എനർജി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുവാണ്. തൽക്കാലം ഞാൻ ആദ്യം ഇവിടെ എനർജിയുടെ ടേംസിൽ എഴുതുവാണ് ഇൻ്റഗ്രലിൻ്റെ കണ്ടീഷൻ. സോ ദ ഇ മൈനസ് ഡെൽറ്റ ബൈ ടു, ഇൻ്റഗ്രലിൻ്റെ താഴെ നമ്മൾ അതിൻ്റെ ലിമിറ്റ്സ് എഴുതുവാണ്. ജസ്റ്റ് 2m, ഐ എം റൈറ്റിംഗ് ഇറ്റ് as 2m അല്ലേ, 2me എന്നുള്ള റൈസ് ടു ഹാഫ് or you can write sum over n pi square, that is so that is sum over I is equal to 1 to 3n. ഞാൻ 1 to 3n എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പി എക്സ് പി വൈ പി സെഡ് സെപ്പറേറ്റ് എടുക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ പി ഐ സ്ക്വയറിൻ്റെ വാല്യൂ ഇങ്ങനെ വരണം. ദെൻ ജസ്റ്റ് 2m ഇൻറ്റു ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 ഇങ്ങനെ വേണം നമുക്ക് എഴുതാൻ പറ്റും, റൈറ്റ്? സോ പി ഐ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ താഴെ മൊമെൻറ്റത്തിൻ്റെ ഇങ്ങനെ പി ഐ സ്ക്വയർ വരികയാണെങ്കിൽ പി ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്നുള്ള കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻറ്റിഗ്രൽ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് വി പി. നൗ സി in Thomas R book he is using some y instead of this p to change the symbol and limits. Okay, you can just neglect that one. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ കിട്ടുക. So this is actually the second equation which gives you momentum space volume. So this is 1b. ഞാനിങ്ങനെ വി പി എ 1b എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ഓക്കെ, വി പി എന്ന് പറഞ്ഞൊരു ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. വി ക്യു വളരെ എളുപ്പമാണ്, വി റൈസ് ടു എൻ ആണ് അല്ലേ, കാരണം വിയും എന്നും നമ്മുടെ മാക്രോസ്റ്റേറ്റ് വേരിയബിൾസിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഫർദർ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് നോക്കുക, വി പി മൊമെൻറ്റം സ്പേസിൻ്റെ വോളിയം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻ്റഗ്രലായിട്ട് നമുക്ക് തോന്നുക. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. ഇതിനെ നമ്മൾ എൻ്റെയും വിയുടെയും ഇയുടെയും ടേംസിലേക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നോക്കുക. എന്താണ് ഈ വി പി എന്നുള്ള വോളിയം നോക്കുക. ശരിക്കും വി പി എന്ന് പറയുന്ന വോളിയം ഇറ്റ് വിൽ ബി ദ വോളിയം ഓഫ് എ 3n dimensional hypershell. Remember, this represents the volume of a physically in the meaning in the volume of a 3n dimensional. Remember 6n dimension എന്നല്ല ഞാൻ പറയുന്നത്. We are telling that it is 3n dimension. എന്തുകൊണ്ടാണ്? ഇത് മൊമെൻറ്റം സ്പേസിൻ്റെ വോളിയം മാത്രമാണ്. ഓൾറെഡി നമ്മൾ 3n dimensional ഫിസിക്കൽ സ്പേസിൻ്റെ വോളിയം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഫേസ് സ്പേസ് വോളിയം ഈ 6n dimensional. അതിൽ 3n dimension ഫോർ ഫിസിക്കൽ വോളിയം ആൻഡ് 3n dimension ഫോർ വാട്ട്, മൊമെൻറ്റം സ്പേസ് വോളിയം എന്നാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1b സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് എ വോളിയം ഓഫ് എ 3n dimensional ഹൈപ്പർഷെൽ. ഓക്കെ, 3n dimensional ഹൈപ്പർഷെൽ. ഓക്കെ, 3n dimensional ഹൈപ്പർഷെൽ ബൗണ്ടഡ് ബൈ, ഒരു ഷെൽ എന്ന് പറയുന്നത് രണ്ട് സർഫസുകളുടെ ഇടയ്ക്കായിരിക്കും. ഹൈപ്പർഷെൽ ബൗണ്ടഡ് ബൈ ദ ഹൈപ്പർ സർഫസസ്. രണ്ട് ഹൈപ്പർ എന്ന് പറയുന്നത് ഇമാജിനറി എന്നുള്ളതാണ്. ഓക്കെ, ഡയമെൻഷൻസ് കൂടിയത് കൊണ്ടാണ് 3 dimension മുകളിൽ ഹൈപ്പർ നമ്മൾ വിളിക്കുക. ഹൈപ്പർ സർഫസസ് ബൗണ്ടഡ് ബൈ ദ ഹൈപ്പർ സർഫസസ് ഓഫ് റേഡിയായി എന്താ റേഡിയായി ഉണ്ടാവുക? 2m ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 raised to half. ഇത് റൂട്ട് ഓഫ് 2me എന്നാണ് എഴുതുന്നത് കേട്ടോ, റൂട്ട് ഓഫ് 2me ആൻഡ് 2m ഇൻറ്റു ഇ മൈനസ് ഡെൽറ്റ ബൈ 2, സോറി ഇ പ്ലസും ഇ മൈനസും. ഓക്കെ ഫൈൻ, ഇ മൈനസ് ഡെൽറ്റ ബൈ 2 ടു ദ ഹാഫ്. അതായത് ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 ഇൻറ്റു 2m എന്ന് പറഞ്ഞാൽ മൊമെൻറ്റായി മാറി റൂട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ P1-ൻ്റെയും P2-ൻ്റെയും ഇടയ്ക്കുള്ള മൊമെൻറ്റമുള്ള ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം ആയിരിക്കും, 3n dimension ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം ആയിരിക്കും ഇക്വേഷൻ നമ്പർ 1b സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1bയിലെ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1ലേക്ക് തിരിച്ചു പോകാൻ പറ്റും. Now our task is to calculate what is the volume of a hypershell whose radii are lying between these two values. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു കൺസിഡർ സം ഫ്രൂട്ട്സ് അല്ലേ, ഓറഞ്ച് എന്നുള്ള ഓക്കെ, ഓറഞ്ച് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓറഞ്ചിൻ്റെ അതിൻ്റെ തൊലി അല്ലേ, ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ ജസ്റ്റ് വളരെ കട്ടി കുറവാണ് കമ്പയർഡ് ടു ദ ബൾക്ക് അല്ലെ മുട്ടയുടെ ഷെല്ല് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ ഉള്ളിലുള്ള വോളിയം, ആ തൊലിയുടെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് കരുതുക. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണ്?
നമുക്കറിയാം അതിൻ്റെ ഉള്ളിലൊരു റേഡിയസ് ഉണ്ടാവും R1, പുറത്തേക്കൊരു റേഡിയസ് ഉണ്ടാവും R2. അപ്പോൾ ഈ വോളിയം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്, ഷെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ എടുക്കുക, സർഫസ് ഏരിയയെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? യു ടേക്ക് ദ സർഫസ് ഏരിയ ആൻഡ് യു മൾട്ടിപ്ലൈ വിത്ത് ദ തിക്നെസ് ഓഫ് ദ ഷെൽ. തിക്നെസ് ഓഫ് ദ ഷെൽ നമുക്കറിയാം അല്ലേ? എനർജിയുടെ ടേംസിൽ തിക്നെസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്, നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, റൈറ്റ്? സോ നമുക്ക് ആ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. സോ ദാറ്റ് ഇസ് ദ ഐഡിയ ദാറ്റ് വി ആർ ഗോയിങ് ടു സീ. അപ്പോൾ നമുക്ക് ആ ഹൈപ്പർ ഷെല്ലിൻ്റെ തിക്നെസ് വോളിയം കണ്ടുപിടിക്കണം. സോ ദാറ്റ്സ് ദ ഐഡിയ ഇൻ മൊമെൻറ്റം സ്പേസ്. സോ വോളിയം ഓഫ് ദ ഹൈപ്പർ ഷെൽ, വോളിയം ഓഫ് ദ ഹൈപ്പർ ഷെൽ is equal to, this is the concept we are going to use, area of the, try to understand, area of the hypersphere, area of the hypersphere, okay, with radius root of 2me, with radius root of 2me, area of the hypersphere with radius root of 2me multiplied by thickness of the shell അല്ലേ? thickness of the shell, ഇതാണ് ജോമെട്രിക്കലി thickness of the shell. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും, അതായത് VP കണ്ടുപിടിക്കാൻ പറ്റും. സോ വോളിയം ഓഫ് ദ ഹൈപ്പർ ഷെൽ VP ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. VQ ഓൾറെഡി V raised to n എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ് മീ കോൾ ദിസ് ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഇതിലെ രണ്ട് പ്രൊഡക്റ്റും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. തിക്നെസ് ഓഫ് ദ ഷെൽ ആദ്യം കണ്ടുപിടിക്കാം. that is thickness of the shell, momentum spaceൽ ഷെല്ലിൻ്റെ thickness of the momentum shell. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ടർ റേഡിയസ് മൈനസ് എന്തായിരിക്കും? ഇന്നർ റേഡിയസ് ആയിരിക്കണമല്ലോ. മൊമെൻറ്റം സ്പേസിലാന്ന് ഓർക്കണേ, R2 മൈനസ് R1 ആയിരിക്കും. ഓക്കെ, ഔട്ടർ മൊമെൻറ്റം സർഫസ് മൈനസ് റേഡിയസ് ഓഫ് ദ ഇന്നർ മൊമെൻറ്റം സർഫസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം മൊമെൻറ്റം സ്പേസിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം വെക്ടർ ആണല്ലോ. സോ ഇൻ ദ മൊമെൻറ്റം സ്പേസ് P ഈക്വൽ ടു റൂട്ട് ഓഫ് 2me എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. മൊമെൻറ്റം സ്പേസിൽ P എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2me ആണ്. അതിൽ ദ റേഡിയസ് എന്ന് പറയുന്നത് മൊമെൻറ്റം സ്പേസിലെ മൊമെൻറ്റം ആയിരിക്കും. സോ P ഈക്വൽ റൂട്ട് ഓഫ് 2me ആണ്. അങ്ങനെയെങ്കിൽ R2 എന്ന് പറയുന്നത് ഔട്ടർ സർഫസിൻ്റെ എന്തായിരിക്കും? R2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2m അല്ലേ? ഔട്ടർ ഷെല്ലിൻ്റെ എനർജി എന്ന് എന്താണ്? E പ്ലസ് ഡെൽറ്റ ബൈ 2 ആണ്. 2m ഇൻറ്റു E പ്ലസ് ഡെൽറ്റ ബൈ 2 ആണ്. റൂട്ട് ഓഫ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് റേസ് ടു ഹാഫ് ഇടാം. മൈനസ് R1 എന്ന് പറഞ്ഞാൽ, R1 എന്ന് പറഞ്ഞാൽ P1 ആണ്. R2 എന്ന് പറഞ്ഞാൽ P2 ആണ്. ഔട്ടർ ഷെല്ലിൻ്റെ മൊമെൻറ്റം ആണ്. സോ ദാറ്റ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരിക്കും? ഇവിടെ E മൈനസ് ഡെൽറ്റ ബൈ 2 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 2m ഇൻറ്റു E പ്ലസ് ഡെൽറ്റ ബൈ 2 ആയിരിക്കും. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ദാറ്റ് വിൽ ബി 2m ഇൻറ്റു E മൈനസ് ഡെൽറ്റ ബൈ 2. ഇന്നർ സർഫസിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ എനർജി കുറവാണ് നമുക്കറിയാം. സോ ദാറ്റ് വിൽ ബി ദ കറസ്പോണ്ടിങ് റേഡിയൈ ഓർ ദ മൊമെൻറ്റം വാല്യൂസ് ഓഫ് ദ 2 ഹൈപ്പർ ഷെൽസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. വാട്ട് യു ഡു ദാറ്റ്, യു ക്യാൻ ടേക്ക് 2m റേസ് ടു ഹാഫ് ഉണ്ട്, ഞാൻ അതിനെ ഇയും കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. E റേസ് ടു ഹാഫ് കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. ആൻഡ് ദെൻ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് കോമൺ. സോ ഇറ്റ് ബി 2m E റേസ് ടു ഹാഫ് ഈസ് ടേക്കൺ. 2m E raised to half, okay, is taken as common factor. So what will be remaining inside? What remains inside is, ഇവിടുന്ന് E raised to half പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1 പ്ലസ് ഡെൽറ്റ ബൈ അല്ലേ, 1 പ്ലസ് ഡെൽറ്റ ബൈ 2E raised to half ഉണ്ടാവും. അതുപോലെ തന്നെ മൈനസ് രണ്ട് ടൈമിൽ എന്ന് പറഞ്ഞാൽ 2m E raised to half പുറത്തേക്ക് എടുക്കുക. വാട്ട് ബി ദ തിങ്? ഇറ്റ് ബി 1 മൈനസ് ഡെൽറ്റ ബൈ 2E. ഇറ്റ്സ് എ ട്രിവിയൽ simplification. You can just check it by yourself. Raised to half. Okay, now you don't know that the delta is very small അല്ലേ? Delta is very small compared to E. എന്താ അതിൻ്റെ ഗുണമുള്ളത്? നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ രണ്ട് ഫാക്ടറുകളെയും we can just expand it binomially അല്ലേ? ലിവിങ് ഹയർ ടേംസ്, ഹയർ പവേഴ്സിനെയൊക്കെ ട്രങ്കേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ എന്താ വരിക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2me 2me raised to half into ഇതിൻ്റെ ഉള്ളിൽ എന്താ വരിക? 1 പ്ലസ് അല്ലേ, 1 പ്ലസ് nx n എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ ഇറ്റ് ബി 1 പ്ലസ് ഡെൽറ്റ ബൈ 4e എന്ന് വരും ഇവിടെ. ഓക്കെ, 1/2 ഇൻറ്റു 1/2e.
ദെൻ അടുത്തുള്ള ഹയർ ടേംസിനെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്തു എന്ന് കരുതുക. മൈനസ് എന്താ വരിക, 1 മൈനസ് സിമിലർലി 1 പ്ലസ് എൻ എക്സ് എന്നുള്ളത് മൈനസ് വരും, 1 മൈനസ് ഡെൽറ്റ ബൈ 4e എന്ന് വരും. കറക്റ്റ്? You can just open the bracket. So we are neglecting the higher terms. So this is a binomial expansion since delta is very small compared to e. Right. ഇനി നമുക്കറിയാം, see on opening the bracket, this 1 and this 1 will be getting cancelled. Right. And delta by 4e plus delta by 4e now, delta by 2e ആണ്. So which on just rearranging it will become, see what you can say, R2 minus R1 ആണ്. So we are getting thickness R2 minus R1 will be equal to simply 2me അല്ലേ, 2me raised to half into delta by 2e എന്നായി കിട്ടും. ഡെൽറ്റ ബൈ 2 നമുക്കതിനെ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ റേസ് ടു ഹാഫ് താഴേക്ക് വരണം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു, ഐ ആം കീപ്പിംഗ് ഡെൽറ്റ സെപ്പറേറ്റ്, ഡെൽറ്റ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ, എം റേസ് ടു ഹാഫ് ഉണ്ട് ഏതായാലും, എം ഡിവൈഡഡ് ബൈ 2e അല്ലേ, തീർച്ചയായിട്ടും 2e മുകളിൽ 2 റേസ് ടു റൂട്ട് ഓഫ് 2e മുകളിലുണ്ട്, താഴെ 2e ഉണ്ട്. സോ ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് 2e വരണം. സോ ദാറ്റ് ബി റേസ് ടു ഹാഫ്. So this is what we are going to get. So let me call this one as some 2a, some equation 2a. നമുക്ക് ഷെല്ലിൻ്റെ തിക്നെസ് കിട്ടി, ഇതാ ഈ പാർട്ട് കിട്ടി. കറക്റ്റ്? ഇനി നമുക്ക് എന്തുകൊണ്ട് കിട്ടിയാൽ മതി, ഏരിയ ഓഫ് ദ ഹൈപ്പർ സ്പിയർ അല്ലേ. ഹൈപ്പർ സ്പിയറിൻ്റെ ഡയമെൻഷനാലിറ്റി എത്രയാ, 3n ഡയമെൻഷണൽ ഹൈപ്പർ സ്പിയർ ആണ്, വിത്ത് റേഡിയസ് റൂട്ട് ഓഫ് 2me ആണ് വേണ്ടത്. റൈറ്റ്? സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി വളരെ എളുപ്പം, നമുക്ക് ഏരിയ ഓഫ് ദ 3n ഡയമെൻഷണൽ ഹൈപ്പർ സ്പിയർ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടാവും. വി ഹാവ് ഡൺ the volume of the 3n dimensional hypersphere. Okay, hope you remember the volume. നമുക്ക് വേണ്ടത് ഏരിയ ആണ്, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വോളിയം ഓഫ് ദ 3n ഡയമെൻഷണൽ മുമ്പൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. ഹൈപ്പർ സ്പിയർ, വോളിയം ഓഫ് ദ 3n ഡയമെൻഷണൽ ഹൈപ്പർ സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. എന്തായിരുന്നു അത്, നമ്മൾ അതിനെ V3n ഓഫ് ആർ എന്ന് എഴുതിയിരുന്നു മുൻപ്. V3n ഓഫ് ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഹോപ്പ് യു റിമെമ്പർ ദർ വാസ് ആൻ ഇക്വേഷൻ ദാറ്റ് വി ബോറോഡ്, പൈ റേസ് ടു 3n/2. ഞാൻ ആ ഇക്വേഷൻ വീണ്ടും ഇവിടെ കൊണ്ടുവരികയാണ്. പൈ റേസ് ടു 3n/2 r റേസ് ടു 3n ഡിവൈഡഡ് ബൈ what is in the denominator, it was hope you still remember 3n/2 the factorial. ഇതാണ് നമ്മൾ ഇക്വേഷൻ മുമ്പ് ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് വോളിയമാണ് അറിയാവുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് ഏതാണ്, സർഫസ് ഏരിയ വേണ്ടത്. അപ്പോൾ വോളിയവും സർഫസ് ഏരിയയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ റിലേഷൻ? ദർ ഇസ് എ ഡിഫറൻഷ്യൽ റിലേഷൻ കണക്ടിങ് ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ. സോ ഐ എം യൂസിങ് ദാറ്റ്. ദെർഫോർ ഏരിയ ഓഫ് ദ ഹൈപ്പർ സ്പിയർ, നമുക്ക് വോളിയമാണ് അറിയാവുന്നത്, ഏരിയ ഓഫ് ദ ഹൈപ്പർ സ്പിയർ, വോളിയത്തിൽ നിന്ന് നമ്മൾ ഏരിയയിലേക്ക് എത്തുവാണ്. ഓക്കെ, ഏരിയ ഓഫ് ദ ഹൈപ്പർ സ്പിയർ, സർഫസ് ഏരിയ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓഫ് 3n ഡയമെൻഷൻ വിത്ത് റേഡിയസ് ആർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡെറിവേറ്റീവ് d/dr ഓഫ് ദ വോളിയം. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, സർഫസ് ഏരിയ വിൽ ബി റിലേറ്റഡ് ടു ദ ഡെറിവേറ്റീവ് ഓഫ് ദ വോളിയം. ഓക്കെ, വിത്ത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ, നിങ്ങൾക്കത് അറിയുന്ന V3nr എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. നമുക്കിത് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ 3 ഡയമെൻഷണൽ സ്പിയറിന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. 3 ഡയമെൻഷണൽ സ്പിയറിൽ വോളിയം V3 n = 1 എന്ന് എടുക്കുക. V3 എന്ന് പറയുന്നത് 4/3 πr³ അല്ലേ. V3 is what, 4/3 πr. സൈഡ് വർക്ക് ആണ്, ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, therefore what is S3? സർഫസ് ഏരിയ എന്താണ്, നമുക്കിത് വെച്ച് നോക്കാമല്ലോ. d/dr ഓഫ് 4/3 πr³ കിട്ടില്ലെന്ന് നോക്കിയേ. യാ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4/3 π എന്നുള്ളത് പുറത്തേക്ക് എടുത്തു, ഇൻറ്റു d/dr ഓഫ് r³ എന്ന് പറയുന്നത് എന്താണ്, 3r² അല്ലേ, 3r². So 3 and 3 will be getting cancelled. Finally, you are getting it is what, 4πr². So it works for a 3-dimensional sphere. So we have to remember that it works for a 3n dimensional sphere also. So this is the relation. Surface area ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. Therefore വളരെ എളുപ്പമാണ്, നമ്മുടെ കയ്യിൽ വോളിയം ഉണ്ടല്ലോ. Therefore S3nr 3n dimensional sphere is equal to d/dr of വോളിയം. ഏതാ എടുക്കേണ്ടത്, പൈ റേസ് ടു 3n/2 r റേസ് ടു 3n ഡിവൈഡഡ് ബൈ 3n/2 ദ ഫാക്ടോറിയൽ. നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. യു നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ് ബി 3n r റേസ് ടു 3n - 1 അല്ലയോ.
സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3n r വെച്ചല്ലേ ചെയ്യുന്നത് 3n ഇൻറ്റു ബാക്കിയുള്ള എല്ലാം അതേപടി വെച്ചാൽ മതി പൈ റേസ് ടു 3n/2 പൈ റേസ് ടു 3n/2 r റേസ് ടു 3n മൈനസ് 1 ഡിവൈഡഡ് ബൈ 3n/2 ദ ഫാക്ടോറിയൽ 3n/2 ദ ഫാക്ടോറിയൽ. ഇതിന് നമുക്ക് ഒന്നുകൂടെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യുവാണ്. So I'm just modifying it so that finally it will be convenient for us. So I'm just modifying it as like this. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ന്യൂമറേറ്ററിൽ. അപ്പോൾ എന്തായിരുന്നു? സോ ഇറ്റ് ബി 2 ഇൻറ്റു അതിൻ്റെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും 3n/2. അപ്പോൾ ആ 2ൻ്റെ എഫക്റ്റ് അങ്ങ് പോയി കേട്ടോ. സോ ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു റൈറ്റ്. പൈ റേസ് ടു 3n/2 പൈ റേസ് ടു 3n/2 നിങ്ങൾ സ്റ്റെപ്സ് ഒന്ന് നോക്കിയാൽ മതി. പൈ റേസ് ടു 3n/2 നോ ഡിഫറൻസ് ഓവർ ദെയർ. ദെൻ ആർ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം സ്പേസിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു മൊമെന്റം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2me ആണെന്നറിയാം. ഈ എനർജി ഉള്ള അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആറിന് പകരം റൂട്ട് ഓഫ് 2me എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? റൂട്ട് ഓഫ് 2me. ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ 2me റൂട്ട് ഓഫ് എന്ന് പറയണമല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി r റേസ് ടു 3n മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 3n മൈനസ് 1 റൂട്ട് എന്ന് പറയുമ്പോൾ 1/2 എന്ന് വരും. സോ റൂട്ട് ഓഫ് 2me ഓക്കെ എന്നായി മാറിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ ഉണ്ടായിരുന്നത്? 3n/2 ദ ഫാക്ടോറിയൽ ഉണ്ട്. സോ ദാറ്റ് ഐ എം റിട്ടൈനിങ് ആസ് സച്ച്. അപ്പോൾ ആകെ 1-2 മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളൂ റൈറ്റ്. സോ വിച്ച് ക്യാൻ ബി ഫർദർ റിട്ടൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു 2 പൈ 3n റേസ് ടു അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ 2 പൈ 3n റേസ് ടു 2 പൈ റേസ് ടു 3n/2 ഇൻറ്റു ഇനി നോക്കുക ഇവിടെ നമുക്ക് 3n/2 ഉണ്ട്. ഇവിടെ 3n/2 മൈനസ് 1 എന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വി ക്യാൻ ജസ്റ്റ് കമ്പൈൻ ഇറ്റ്. സോ ഇറ്റ് വിൽ ബിക്കം ഫൈനലി 2 see here 3n/2 is there and there is a 3n/2 factorial there in the denominator. അപ്പോൾ ഇതിൽ താഴത്തെ 3n/2 ഫാക്ടോറിയൽ മൈനസ് 1 എന്ന് എടുക്കാം. ഒരു 3n/2 ടേം പോയല്ലോ. സോ ദാറ്റ് വിൽ ബി 2me. ന്യൂമറേറ്ററിൽ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ നോക്കുക. 3n മൈനസ് 1/2 ഡിവൈഡഡ് ബൈ ഈ ഒരു ഫാക്ടറിനെ താഴെയുള്ള 3n/2 ഫാക്ടോറിയലിലെ 3n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി 3n/2 മൈനസ് 1 ഫാക്ടോറിയൽ നമുക്ക് എഴുതാൻ പറ്റും. സോ 3n/2 ഓക്കെ മൈനസ് 1 the factorial. So that is actually we call this one as some 2b right. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? സോ let me take a step backward. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇവിടെയാണ് നമ്മുടെ തുടക്കം. റെലവൻറ്റ് റീജിയൻ ഓഫ് ദ വോളിയം ഓഫ് ദ അവൈലബിൾ വോളിയം ഓഫ് ദ ഫേസ് സ്പേസ് ഒമേഗ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ VQ × VP എന്ന് എഴുതി. VQ ഈസ് ഈക്വൽ ഡയറക്ട്ലി V റേസ് ടു n എന്ന് നമുക്ക് കിട്ടി. അതിനവിടെ വെച്ചു. VP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻ്റഗ്രൽ എഴുതി 1b. ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻപോട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ചെയ്തത്. ആ ഇൻ്റഗ്രലിനെ നമ്മൾ ചെയ്തു വി ഹാവ് സീൻ ദാറ്റ് അതിനെ വോളിയം കണ്ടുപിടിക്കണമെന്ന് എഴുതി. വോളിയം ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് പറഞ്ഞു. തിക്നെസ് കണ്ടുപിടിച്ചു. അതുപോലെ സർഫസ് ഏരിയയും ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. സോ therefore ഓക്കെ VP ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. VP × VQ VP ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? we should be just substituting 2a and 2b. ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. 2 പൈ റേസ് ടു 3n/2 ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷനാണ്. ഇൻറ്റു 2me കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ് ഇസ് നത്തിങ് ആക്ച്വലി. 3n മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 3n/2 മൈനസ് 1 ദ ഫാക്ടോറിയൽ ഓക്കെ ഇൻറ്റു എന്താണ്? തിക്നെസ്. ഇത് നമ്മളിപ്പോൾ എഴുതിയത് ഏരിയ ആണ്. ഇൻറ്റു തിക്നെസ്. വാട്ട് വാസ് തിക്നെസ് നോക്കാമല്ലോ. സോ തിക്നെസ് നമുക്ക് കിട്ടിയതാണ്. ഇക്വേഷൻ നമ്പർ 2a ആണ്. ഓക്കെ സോ ദിസ് ഈസ് യുവർ തിക്നെസ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇൻറ്റു m/2e റേസ് ടു ഹാഫ്. സോ ഇൻ ഡെൽറ്റ ഇൻറ്റു m/2e റേസ് ടു ദ ഹാഫ്. ഓക്കെ ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഞാനിതൊന്ന് ബ്രേക്കപ്പ് ചെയ്യുകയാണ്. 2 പൈ റേസ് ടു 3n/2. ഈ സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്സ് കുറച്ചും കൂടെ പറ്റുമെങ്കിൽ ഒഴിവാക്കാം. 2 റേസ് ടു ഞാൻ ഈ മുകളിലുള്ള ടേംസിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുകയാണ് ക്യാൻസലേഷൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. 3n മൈനസ് 1/2 റൈറ്റ്. ദെൻ just a minute, there is a power issue.
Okay, so 3n by 2, then m raised to 3n minus 1 by 2. ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. e raised to 3n minus 1 by 2, okay, into delta raised to m raised to half divided by, just ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, 3n minus 1, 3n minus 1, sorry, 3n by 2 minus 1 the factorial into താഴെയുള്ളതിനെ നമ്മൾ അല്ലേ ഇത് ഈ ഒരു ഫാക്ടറിനെ 2 raised to half into e raised to half. നമുക്ക് ഇവിടെ കുറേ ക്യാൻസലേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ദർ ആർ നമ്പർ ഓഫ് ക്യാൻസലേഷൻ ദാറ്റ് ഇസ് പോസിബിൾ. ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ 2 raised to 3n minus 1 by 2 എന്നുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 raised to 3n by 2 into 2 raised to minus 1 എടുക്കാം. കറക്റ്റ്. ഈ 2 raised to minus 1 by 2 താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2 raised to 1 by 2 ആവും. ആ 2 raised to 1 by 2 ഈ 2 raised to 1 by 2 കൂടി ചേരുമ്പോൾ 2 ആവും അല്ലേ. √2 into √2 2 ആവില്ലേ. ആ 2ഉം ഈ 2ഉം തമ്മിൽ ക്യാൻസൽ ആവും. സോ ഇതിൽ ഈ സാധനങ്ങൾ കുറേ ക്യാൻസലായി, മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ക്യാൻസലേഷൻസ് ചെയ്ത് നോക്കുക. സോ യു ക്യാൻ ഡു എ നമ്പർ ഓഫ് ക്യാൻസലേഷൻസ് ആൻഡ് യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ്. ഫൈനലി യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലി 2 pi me. ബാക്കിയുള്ളതിനെല്ലാം അവശേഷിക്കുന്നതിനെല്ലാം കൂട്ടിച്ചേർക്കുക. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. 2 pi me raised to 3n by 2 divided by 3n by 2 minus 1 the factorial into delta by e എന്ന് നമുക്ക് മാറ്റിയിടാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. സോ വി കോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ജസ്റ്റ് വെരിഫൈ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി പി കിട്ടി. Therefore phase space volume, നമ്മൾ ഇതിലേക്കാണ് പോകേണ്ടത്. phase space volume, relevant region of phase space volume. ഓക്കെ, ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ വരിക? വി ക്യു ഇൻറ്റു വി പി എന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതിയത്. വി ക്യു ഈക്വൽ ടു വി റേസ് ടു എൻ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ ഇൻറ്റു വി പി എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കിട്ടിയിട്ടുണ്ട്. 2 pi me, ഓക്കെ, റേസ് ടു 3n by 2 divided by 3n by 2 minus 1 the factorial. നിങ്ങൾ ഇത് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ പണ്ട് ആദ്യം കടന്ന് എൻസംബിൾ ഫോർമാലിസം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ലൈക്ക് ബോൾട്സ്മാൻസ് റിലേഷൻസ് ഉപയോഗിച്ചപ്പോൾ കടന്നു പോയതായിട്ട് ഓർമ്മ വരുന്നുണ്ടാവും. സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ. സോ ദിസ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടത്? തെർമോഡൈനാമിക്സിലേക്ക് എത്തണം. തെർമോഡൈനാമിക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആശയം എന്താണ്? we have to calculate omega or gamma. നമ്മൾ പറഞ്ഞു gamma. Therefore number of accessible microstates. Okay, number of accessible microstates, gamma is equal to എന്ത് ചെയ്യേണ്ടത്? total volume divided by total accessible volume divided by volume of the minimum volume of the phase shell അല്ലേ. ഇതാണ് ഒമേഗ കിട്ടിയിട്ടുണ്ട്. ഒമേഗ 0 എന്ന് പറഞ്ഞാൽ h⁻3n ആണ് നമ്മൾ അറിയാം. So that is equal to roughly omega divided by h⁻3n. അല്ലേ, ഓർമ്മയുണ്ടാവും. The minimum phase space volume for a n particle system is h⁻3n. നമ്മൾ പണ്ടേ പ്രൂവ് ചെയ്തിട്ടുണ്ട് by using Heisenberg's uncertainty principle. So that will be equal to എന്താണ്? ഇക്വേഷൻ നമ്പർ 4. Okay, so v raised to n divided by എന്താണ്? h⁻3n, then 2 pi me. ഞാൻ ഇക്വേഷൻ നമ്പർ 4 തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ദർ ഇസ് നോ ഡിഫറൻസ്. ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 3n by 2 minus 1 the factorial into delta by e. So that is equation number 5. So what you have got finally? You have got what? Gamma, or which is നമ്മുടെ ഈ ഒമേഗ തന്നെയാണ്. Now ഇനി എന്ത് ചെയ്താൽ മതി? once you are getting this one, that's over actually. Now entropy of the system can be found out by using k log of gamma. Instead of omega, I am using gamma. So, and from entropy, you know, all other thermodynamical parameters can be obtained. നിങ്ങൾ ഇനി ഇവിടെ നോക്കേണ്ടത് ഇക്വേഷൻ നമ്പർ 5 ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക. നിങ്ങൾ നോക്കി ഗാമയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉള്ളൂ? വി ഉണ്ട്, എൻ ഉണ്ട്. സോ ദർ ഈസ് വി. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഓൾവേസ് ബി കെയർഫുൾ. മാത്തമാറ്റിക്കൽ നമ്മൾ ചെയ്യുന്ന ഡിഫറൻസ് മനസ്സിലാക്കണം, ഇങ്ങനെ അനലൈസ് ചെയ്യണം. വാട്ട് ആർ തിങ്സ് ആർ ദെയർ? വി ഈസ് ദെയർ, എൻ ഈസ് ദെയർ, ഇ ഈസ് ദെയർ അല്ലേ. ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കുക. ഡെൽറ്റ ഈസ് ദ സ്പ്രെഡ്. Here E is there, okay, N is there, H is there, right. അപ്പോൾ നോക്കുക എന്താ കാരണം? അതിൻ്റെ അർത്ഥം we have got this gamma as a function of NVE. ഗാമ എന്ന് പറയുന്നത് എന്നിൻ്റെയും സിസ്റ്റത്തിൻ്റെ NVEയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടിയത്.
Okay, so if you are getting gamma as a function of NVE, or say that gamma or omega, എന്ത് വേണേ പേര് വിളിച്ചോളൂ. Therefore S can be obtained as a function of what? The same NVE. അല്ലെ, ഇനി എസിനെ എൻ വിയുടെ ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പാർഷ്യൽ ഡെറിവേറ്റീവ് പോസിബിൾ ആണ്. ഡോ എസ് ബൈ ഡോ എൻ എടുക്കാം, ഡോ എസ് ബൈ ഡോ വി എടുക്കാം, ഡോ എസ് ബൈ ഡോ ഇ എടുക്കാം. ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും നമുക്ക് 3 ഇൻറ്റൻസി പാരാമീറ്റർ കിട്ടും. ടെമ്പറേച്ചറും കിട്ടും, ഓക്കെ, എന്താണ് പ്രഷറും കിട്ടും, അതുപോലെ എന്താണ് കെമിക്കൽ പൊട്ടൻഷ്യലും കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് മറ്റുള്ള എല്ലാ തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സും നിങ്ങൾ മുൻപ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ചെയ്ത ടോപ്പിക് ഒന്ന് നോക്കുക. സോ അത് ഉപയോഗിച്ചുകൊണ്ട് ഓൾ അതർ തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സ് ക്യാൻ ബി derived. So this is the use of what? Classical ideal gas in microcanonical ensemble. Okay, you can understand that we have obtained almost the same equation with just a spread delta. Delta എന്നുള്ള സ്പ്രെഡ് പരിഗണിച്ചുകൊണ്ട് you can see that when delta equal to E, okay, അല്ലേ, ഡെൽറ്റ ഈക്വൽ ടു ആ വാല്യുവേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഡെൽറ്റ വളരെ നെഗ്ലിജിബിൾ ആയി മാറുമ്പോൾ നമുക്കതിനെ ഈ ഇക്വേഷൻ നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിലേക്ക് തിരിച്ചെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് the application of microcanonical ensemble. We will discuss the other application. I think that I will just record a video and submit it. Okay, it's time. You can just read it, and also please read the corresponding notes given and the textbook. Okay, thank you.